വെൽക്കം ടു അമ്മായിസ് കിച്ചൻ. അസ്സലാമലൈക്കും. അമ്മായിസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് ഇവിടെ കുറച്ച് പടയ്ക്കണ മീൻ കിട്ടിയിട്ടുണ്ട്. ചൊടിയനാണ്, നല്ല പട്ടപ്പട്ട എന്നുള്ള മീനാണ്. നമുക്കിത് കുറച്ച് കറികൾ വെക്കാം, കുറച്ച് വറുക്കുകയും ചെയ്യാം. കണ്ട മക്കളെ, മീനിൻ്റെ ഉസിര് പിടിക്കാനേ കിട്ടുന്നുള്ള നല്ല ഉഷാറുള്ള മീനാണ്. നമുക്ക് പാലക്കാടൻ സ്റ്റൈലിൽ ഒരു കറി വെക്കാം. വാളം പുളി ഉപയോഗിച്ചു കൊണ്ടുള്ള സാധാരണ മീൻ കറി പോലെയാണ് നമ്മൾ വെക്കാൻ പോകുന്നത്. മീൻ കറിക്കുള്ള മീൻ മുറിച്ച് മാറ്റിയിട്ടുണ്ട്. ബാക്കി നമുക്ക് കുറച്ച് വറുക്കാനും. ഇത് മീൻ കറിക്കുള്ള സാധനങ്ങളാണ് ഈ കാണുന്നതെല്ലാം. നമുക്ക് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. വേണ്ട സാധനങ്ങളാണ് ഇതൊക്കെ: മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പുളിവെള്ളം, വെങ്കായം, പച്ചമുളക്, വെന്തയം, ജീരകം, ഉലുവ. നമുക്ക് ട്രൈ ചെയ്യാം. എല്ലാവരും ഇതിനെ എങ്ങനെയാ, ഈ മീനിനെ പറ്റിയിട്ട് എന്താ പറഞ്ഞാൽ നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെയാ പറയുമെന്ന് വെച്ചാൽ അത് കമൻറ്റിൽ അറിയിക്കുക. ഞങ്ങളുടെ നാട്ടിൽ ഇവിടെ ചൊടിയൻ എന്നാണ് പറയുക. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായി വരട്ടെ. നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് ഈ സാധനങ്ങളെല്ലാം ഓരോന്ന് ഇട്ട് കൊടുക്കാം. വെറും പാലക്കാട് സ്റ്റൈലിലാണ് വെക്കുന്നത്, നമ്മുടെ നാടൻ സ്റ്റൈലിലാണ് വെക്കുന്നത്. ഇതാ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു, കുറച്ച് വെന്തയം ഇട്ടു. വെന്തയം, ഇത്തിരി ജീരകം, പെരുംജീരകം, ഇത്തിരി സാധാ ജീരകം, വെളുത്തുള്ളി ചതച്ചത്, കുറച്ച് ഇഞ്ചി നമുക്ക് അതിൽ മുറിച്ചിടാം. അടുത്തത് നമുക്ക് പച്ചമുളക് ഇടാം. അത് നല്ലോണം വഴങ്ങട്ടെ. എന്നിട്ട് നമുക്ക് വലിയ ഉള്ളി, ചെറിയ ഉള്ളി ആഡ് ചെയ്യാം. വലിയ ഉള്ളിയും ചെറിയ ഉള്ളിയും കൂടി മിക്സ് ചെയ്താലേ നല്ല കറി നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ചെറിയ ഉള്ളി മാത്രമായി വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും, അടിപൊളി. വെളിച്ചെണ്ണയിലാകുമ്പോൾ പ്രത്യേകിച്ച് ഇനിയും സ്വാദുണ്ടാകും. കുറച്ച് ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം, വേഗം ഉള്ളി വണങ്ങാൻ വേണ്ടിയിട്ടാണ് അതിങ്ങനെ ചെയ്യുന്നത്. നല്ല മൺചട്ടിയിലാകുമ്പോൾ നല്ല വേഗം ഇതായി വരും, സൂപ്പറായി വരും കറി. നമുക്ക് കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കാം. ഇത്രയധികം തക്കാളി വേണ്ട, കുറച്ച് അധികമായി മുറിച്ചത്, അതുകൊണ്ട് കുറച്ച് കമ്മിയാക്കാം. തക്കാളി നല്ലോണം വഴങ്ങി വന്നിട്ട് നമുക്ക് ബാക്കി സാധനങ്ങൾ അതിൽ ചേർക്കാം. നല്ല ഉഷാറുള്ള മീനായതുകൊണ്ട് നമുക്ക് നല്ല ടേസ്റ്റ് കിട്ടും ചാറ്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ടതിന് ശേഷം നമുക്ക് മസാലകളൊക്കെ ഓരോന്നായിട്ട് ഇടാം. ഇതിൻ്റെ ഇടയിൽ നമുക്കിതാ മുളക് തേച്ച് വെച്ചിട്ടുണ്ട് വറുക്കാനുള്ളത്, ഇത് കറിക്കുള്ളത്. നന്നായിട്ടില്ല മക്കളെ, ഫ്രഷ് കാണാൻ തന്നെ നല്ല ഉഷാറല്ലേ, നന്നായിട്ടുണ്ടാകും കറി. ഇന്നലത്തെ മത്തിക്കറി വീട്ടിലെല്ലാവർക്കും അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് ചൊടിയൻ മീൻ ചാറാണ്. എല്ലാവരും വെച്ച് നോക്കുക. അതേപോലെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി 2.5 സ്പൂണ്, മല്ലിപ്പൊടി 2 സ്പൂൺ, മഞ്ഞൾപ്പൊടി 1 സ്പൂൺ, പാകത്തിന് ഉപ്പ് എല്ലാം ചേർന്ന് വഴങ്ങി വരുമ്പോൾ നമുക്ക് പുളിവെള്ളം ഒഴിക്കണം. നല്ലോണം മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് പുളിവെള്ളം ഒഴിക്കാം. പുളി ഞാൻ കലക്കി പിഴിഞ്ഞ് വെച്ചതാണ് ആദ്യമേ, അതുകൊണ്ട് അത് ഒഴിക്കാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ മുളക് മണമെല്ലാം പോയി വന്ന ശേഷം തേങ്ങ ഒഴിക്കാം. മുളക് മണമെല്ലാം പോയി നമുക്ക് തേങ്ങ ഒഴിക്കാം. ഞാനിത് 1 മൂടി തേങ്ങ എടുത്തിട്ടുള്ളൂ. ഇതിൽ കുറച്ച് കാണുമ്പോൾ നിറയെ തോന്നും, പക്ഷെ 1 മൂടി തേങ്ങ അതിലുള്ളൂ. ചെറിയ ചട്ടിയാണ്, കുറച്ച് മീൻകറി വെക്കുന്നുള്ളൂ. ബാക്കി ഞങ്ങൾ വറുക്കാൻ ഉപയോഗിക്കാൻ പറഞ്ഞിട്ടാണ്. തലയും വാലും വേറെ കുറച്ച് കഷ്ണങ്ങളിട്ടു, മീനിട്ടു. തേങ്ങ ഇട്ടതും മീനിട്ടു. നമ്മുടെ ചൊടിയൻ മീൻ കറി ഇവിടെ തിളച്ചാൽ റെഡിയാവുകയാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് വെച്ച് നോക്കണം. എന്നിട്ട് അഭിപ്രായം പറയണം, കമന്റ് പറയണം. ഇത് പാലക്കാട് സ്റ്റൈൽ കറിയാണ്. സാധാരണ വാളംപുളി, അതിൽ കുറച്ച് മീനിന്റെ മുട്ട കിട്ടി, അത് ഇട്ടതാണ്. എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയണം. നമുക്ക് കുറച്ച് വേപ്പിൻ്റെ ഇല കൂടെ അതിലിടണം, കരിവേപ്പിൻ്റെ ഇല മണത്തിന്. വെളിച്ചെണ്ണയിലായതുകൊണ്ട് കറി സൂപ്പറായിരിക്കും. നല്ല വാസന ഉണ്ട്, നല്ല വാസന വരുന്നുണ്ട്. ഫ്രഷ് മീനായതുകൊണ്ട് നല്ല മണവും ഗുണവും ഉള്ളതാണ്
ശരീരത്തിന് നല്ലതാണ്. ചൊടിയൻ ശ്വാസമുട്ടലിനൊക്കെ കഴിക്കുന്നത് ഭയങ്കര ഉത്തമമാണ്. മൂച്ച് ശ്വാസമുട്ടൽ അങ്ങനെ ഉള്ളവർക്ക് കഫക്കെട്ട് ഉള്ളവരൊക്കെ ഈ ചൊടിയ മീൻ കഴിച്ചാൽ നല്ലതാണ്. ഇത് നമ്മൾ ബാക്കി മീൻ പൊരിക്കുകയും ചെയ്യുകയാണ്. നല്ല ഫ്രഷ് മീനായതുകൊണ്ട് കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുത്താൽ നല്ലതാണ്. ഇത് ഓയിലാണ് ഞങ്ങൾ വറുക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത്. വെളിച്ചെണ്ണയിലാണെങ്കിൽ ഇനിയും ടേസ്റ്റ് അധികമായിരിക്കും. എല്ലാവരും കാണുക, ഇതുപോലെ വെച്ച് കഴിക്കാൻ നോക്കുക, എന്നിട്ട് ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അടിപൊളി മീനാണ്, സൂപ്പർ ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, കമന്റ് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും. അഭിപ്രായം പറയണമേ, എല്ലാവരും ലൈക്ക് അടിക്കണേ. തിരിച്ചു നല്ല ഭാഗത്ത് നല്ല ഫ്രഷ് മീനാണ്. കുറച്ച് വറുക്കുകയും ചെയ്തു, ചാറും വെച്ചു. അങ്ങനെ ഇന്നത്തെ ഞങ്ങളുടെ ഫിഷ് കറി ഇതാണ്. എല്ലാവരും വരെയും കഴിക്കാം നമുക്ക്. എൻ്റെ കരിവേപ്പില കുറച്ച് വാസനയ്ക്കാണ്. മീൻ ഇടുമ്പോൾ വാസനയ്ക്ക് ഇതിൽ കുറച്ച് കുറച്ചും കൂടി വേകാനുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ചോറ്റിൻ്റെ കൂടെ നമുക്ക് മീൻ കറി ഒഴിച്ചിട്ടുണ്ട്, മീൻ ഫ്രൈ ചെയ്തിട്ടുണ്ട്. അതെല്ലാതും കൂടെ ഒരു പ്ലേറ്റിൽ വെച്ചിട്ടുണ്ട്. എല്ലാവരും വരും കഴിക്കാം. എൻ്റെ മോനിക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. മോൻ കഴിച്ചിട്ട് അഭിപ്രായം പറയും.